ഹലോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ അമ്മയായതിനു ശേഷം ഉണ്ടായ മാറ്റങ്ങൾ. ഇതാണ് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മാറ്റം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അതെന്താണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴും ഇങ്ങനെ വർക്കിംഗ് ആയിരിക്കണം. കുറച്ച് നേരം നമ്മൾ വിചാരിക്കാം ബേബി ഉറങ്ങി ഇപ്പോൾ നമുക്ക് പോയി കുറച്ച് റെസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കത് പറ്റൂല. അതെന്തോ അങ്ങ് പറ്റാണ്ടായിപ്പോയി. ഇപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു കുക്കിങ്ങിന്റെ ABCD അറിയാം, സർവൈവ് ചെയ്യാനുള്ള കുക്കിംഗ് അറിയാം, അല്ലാതെ ഇതൊന്നും താല്പര്യമില്ല. പക്ഷെ ഇപ്പൊ ഒരു ആളുള്ളത് കൊണ്ട് എപ്പോഴും എന്തുണ്ടാക്കി കൊടുക്കും, അവനത് ഇഷ്ടപ്പെടുവോ, സെറ്റ് ആവോ, ന്യൂ റെസിപ്പീസ് തപ്പുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂ മോമായ എന്റെ പരിപാടി. അടുത്ത എന്താന്ന് വെച്ചാല് എവിടെന്നോ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു ധൈര്യമല്ല, ആര് എന്ത് പറഞ്ഞാലും അത് നമ്മുടെ ബേബീനെ അഫക്ട് ചെയ്യണ കാര്യമാണെങ്കിൽ അപ്പൊ നോ പറയാനും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ബേബീനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾ റെഡിയാണ്. ആരിപ്പോൾ എന്ത് പറഞ്ഞാലും പറ്റത്തില്ല. ഇപ്പൊ ഒരു ക്രൗഡിൽ കൊണ്ടുപോകുന്ന കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല, നമുക്ക് തോന്നുകയാണ് നമ്മുടെ ബേബിക്ക് അത് സേഫ് അല്ല എന്ന് പറഞ്ഞാൽ അപ്പഴേ നോ പറയാൻ. പണ്ടൊക്കെ ഇച്ചിരി മടിക്കായിരുന്നു, പിന്നെ ആൾക്കാർ എന്ത് വിചാരിക്കും, അവരങ്ങനെ ചിന്തിച്ച മറ്റേ ലോകം ഇടിഞ്ഞു വീഴൂലേ, ആ സ്കീമൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഫ്രണ്ട്ഷിപ്സും ആൾക്കാർക്ക് വേണ്ടി മരിച്ചു കിടന്ന് ചെയ്തുകൊണ്ടിരുന്ന ആളുമായിരുന്നു ഞാൻ. ഇപ്പം അങ്ങനെ ഫ്രണ്ട്ഷിപ്സ് ഇല്ല. അതിനിപ്പം അവര് വിചാരിക്കുന്ന ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് അമ്മയൊക്കെ ആയില്ലേ, ഒക്കെ സമയം കാണൂലായിരിക്കും എന്തെങ്കിലും അസ്യൂം ചെയ്യുന്നതായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും ഫ്രണ്ട്ഷിപ്സ് അങ്ങ് മറ്റേ ഡെഡായ ഒരു അവസ്ഥയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം, ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും നല്ലൊരു ഇതായിട്ട് തോന്നിയത്, ഇപ്പം ഒരാള് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ബ്ലെസ്ഡ് വിത്ത് ബേബി ഗേൾ അല്ലെങ്കിൽ ബേബി ബോയ് എന്നൊക്കെ ഇടുമ്പോൾ എപ്പോഴും പ്രവണത എന്താന്ന് വെച്ചാൽ ഹൗസ് ദ ബേബി, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എല്ലാം ഓക്കെ അല്ലേ, കൺഗ്രാറ്റ്സ് പറയുന്ന ഈ പരിപാടികളാണ്. പക്ഷെ ഇപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് നിനക്ക്, ഹൗസ് യു, മദറിന്റെ ഹെൽത്താണ് ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. സോ ഹൗസ് ദ ബേബി എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയുണ്ട് നിനക്ക്, അമ്മ ഓക്കെ ആണോ, അല്ലെങ്കിൽ വേറെ അടുത്തേക്കാണ് ചോദിക്കണമെങ്കിൽ അമ്മ ഓക്കെ ആണോ, ഹെൽത്ത് വൈസ് ഓക്കെ ആണോ, എന്നിട്ടാണ് ഞാൻ ബേബിയുടെ കാര്യം ചോദിക്കുന്നത്. അതൊരു നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ആണ്. എല്ലാവർക്കും പറ്റുമെങ്കിൽ അമ്മമാരെ കാര്യവും കൂടെ ചോദിക്കുക. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബേബിയൊക്കെ ആയതിനു ശേഷം എന്താണെന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ ഒരു പ്രാന്തിനെ പോലെ നടക്കാൻ. അത് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഇപ്പൊ വേറത്തെ എന്നൊരു വിചാരം. എവിടെയെങ്കിലും വെളിയിൽ പോകണമെങ്കിൽ മാത്രം സെറ്റായി റെഡിയായി ഇറങ്ങിയിരിക്കുന്നല്ലാതെ വീട്ടിൽ പോകുമ്പോൾ ലിപ്സ്റ്റിക് വിട്ട് ഐലൈനർ എഴുതി ഇരിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളൊരു മെനയായിട്ടൊക്കെ നടക്കൂലേ. പക്ഷെ അതില്ല, നമ്മളെ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ വാവ് എന്നുള്ളൊരു ഫീലിംഗ് തോന്നും. കംപ്ലീറ്റ് മെസ്സി ആയിട്ടായിരിക്കും നടക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.